ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. കൊടുകൈ. യെസ്. സൂര്യ, എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ പെർഫോമൻസ്? ഉള്ള കാര്യം പറയണമല്ലോ, പരമ ബോറായിരുന്നു. എടാ, ആളുകൾ മരിച്ച സ്ഥലത്ത് കരയാൻ കൊണ്ടതുപോലെയാ നീ കാണിച്ചു കൂട്ടിയത്. നന്ദിനിയും അമ്മയൊക്കെ നോക്കിയിരുന്ന നോട്ടം കണ്ടോ നീ? നിന്നെ പിടിച്ചു തന്നെ ഞാൻ കരുതിയത്. അത് ഞാനും കരുതി, എന്നാലും ഒരുവിധം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തല്ലോ. ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു അല്ലേ സാറേ? അയ്യോ, ഒരൊറ്റ അടിയങ്ങ് വെച്ചാന്നോണ്ടല്ലേ. എടോ, താൻ എവിടത്തെ ആർട്ടിസ്റ്റ് ആടോ? ഇങ്ങനെയാണോ സമ്പന്നനായ ഒരു മുതലാളി പെരുമാറുന്നത്? കമ്പനിയുടെ പേര് പോലും അറിഞ്ഞുകൂടാ. എടോ, തന്നെ ഇരുത്ത് ഞാൻ എത്ര നേരം പഠിപ്പിച്ചതാടോ? അല്ല, അത് പിന്നെ സാറേ, സാറിന്റെ അമ്മയുടെ നോട്ടവും ഭാവമൊക്കെ കണ്ടപ്പോ കിടുങ്ങിപ്പോയി സാറേ. സാർ ഇത് എങ്ങനെ സഹിക്കുന്നു സാറേ? ഓക്കെ ഓക്കെ, പെട്ടെന്ന് ചേഞ്ച് ചെയ്തു. ഓക്കെ. അല്ല സാറേ, ഇനി അടുത്ത മാസം നമുക്കില്ലേ? അടുത്ത മാസം വരുന്ന എന്തിനാ? ഓ അല്ല സാറേ, ഈ മാസത്തെ ശമ്പളത്തിന് ചെക്കല്ലേ ഒപ്പിട്ടിട്ടുള്ളൂ. അടുത്തവണ മേടം ഉടക്കുമ്പോ ഞാൻ വേറെ ആളെ കൊണ്ടുവരട്ടെ? വേണ്ട വേണ്ട, താനേ എന്റെ മാസ ശമ്പളക്കാരനാവേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, തൽക്കാലം നമ്മൾ തമ്മിലുള്ള ഇടപാടങ്ങ് തീർന്നു. ഓക്കെ ഗൈസ്, ഇന്ന് വൈകുന്നേരം എല്ലാവർക്കും പാർട്ടി ഉണ്ട്. അത് കൊള്ളാം. ഓക്കെ. അയ്യോ, ശ്വാസം മുട്ടുന്നു. അമ്മ, ആരെങ്കിലും ഒന്ന് തുറക്കണേ. അമ്മേ, ഓരോ പ്രശ്നങ്ങൾക്ക് നടുവിലും സത്യത്തിൽ ഒരുങ്ങുന്നത് ഞാനാ. സൂര്യ സാർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സൂര്യ സാർ നടത്തിയെടുക്കുന്നുണ്ട്. പക്ഷെ അമ്മയും മകനും തമ്മിലുള്ള അകലം നിത്യേന കൂടിക്കൊണ്ടിരിക്കുക. അതൊന്നും മാറി അമ്മയും മകനും പരസ്പരം സ്നേഹിക്കുന്നവരായാല് ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. സൂര്യ സാറിന് അമ്മയെ സ്നേഹിക്കാൻ തോന്നണേ. പത്മ മാഡത്തിന് ഇനി ഒരിക്കലും സാറിനോട് വാശി കാണിക്കാൻ തോന്നരുതേ. ഇത്രയുള്ളൂ എനിക്ക് പറയാൻ. അമ്മയുടെയും മോന്റെയും മത്സരത്തിനിടയിൽ കൂടുതൽ എന്നെ പരീക്ഷിക്കരുതേ. എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ, ഈവനിങ് കാണാം. ശരി സാർ. ഓക്കെ ഓക്കെ, ചെല്ല. ഇതാരാ വണ്ടിയുടെ ഇടുക്കിയില്ല? തുറന്നു നോക്കാം. ആരെങ്കിലും തുറക്കുവോ? അയ്യോ, അളിയൻ ചാവണേന് മുമ്പ് രക്ഷിച്ച് താങ്ക്സ് അളിയാ. എന്തോ ഇത്? എവിടെ? എന്ത്? വീട് വാങ്ങിക്കാൻ വന്ന മുതലാളി എവിടെ? അയാളുടെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് അസിസ്റ്റന്റ്? ഏത് അസിസ്റ്റന്റ്? അവര് പോയില്ലേ? ഇതല്ലേ അവരുടെ കാറ്? ഈ കാർ കൊണ്ടല്ലേ അവര് പോയേണ്ടതളിയാ. എന്നിട്ട് ഈ കാറിനെന്താ ഇവിടെ? അവരെന്താ ഇവിടെ ഇല്ലാത്തത്? അത് കംപ്ലൈന്റ് ആയി. അയാളുടെ ഡ്രൈവർ ഒന്ന് എടുക്കുന്നു പറഞ്ഞു. ആഹാ, ഇതടവ് അടവ്. അല്ല, ഈ കള്ളൻ വിവേക് ഇവിടെ വന്നേ?
അളിയൻ സത്യം പറഞ്ഞോ? പറ. അതെ, ഞാനിപ്പോ സൂര്യ വിളിച്ചിട്ട് വന്നതേ ഉള്ളൂ. എങ്ങനെ വന്നു? നിങ്ങൾ പറന്നു വന്നതാ? ആ, നിങ്ങൾ വന്ന വണ്ടി എവിടെ? ആ. എടാ മോനെ കള്ള വിവേകേ, നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അതെ, ഞാൻ കുറെ നേരമായിട്ട് ശ്വാസം മുട്ടി ഇതിനകത്തിരിക്കുക. അളിയ എന്ത്? സത്യം പറ, ഇതിലെന്തോ ഒരു ചുറ്റിക്കളിയില്ലേ? അപ്പൊ മാറിയടാ. അപ്പൊ അളിയൻ എന്റെ ചുറ്റിക്കളി പിടിക്കാൻ വന്നല്ലേ? സത്യം പറ. ഓക്കെ, ഇത് ആരളിയനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? സത്യം പറ. അതെ, ഇത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല, ഞാൻ തനിയെ ചെയ്തതാ. നില്ല്. അത്തരം വിവരമൊന്നും എന്റെ അളിയൻ ഇല്ലല്ലോ. ദേ സത്യം പറ, ആരാ ചെയ്യിപ്പിച്ചത്? സത്യം പറ. അതെ, എന്നെ കൊന്നാലും ഞാനത് പറയില്ല. അതെ, എനിക്കിപ്പം വീട് വാങ്ങാൻ വന്ന മുതലാളിയെ കാണണം, അയാളുടെ അസിസ്റ്റന്റിനെയും കാണണം. അതില്ലെങ്കിലേ ഞാൻ പ്രശ്നം ഉണ്ടാക്കുവേ. എന്റെ അളിയ നോക്കിയേ. അതെ, ഞാനേ അല്പം മദ്യം കഴിക്കാൻ വേണ്ടി വിവേകിനോട് വരാൻ പറഞ്ഞതാ. ഈ ഔട്ട്ഡോർ ഇങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ട് മദ്യം കഴിക്കുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ അളിയാ, അതൊന്നും വേറെ തന്നെയാ. അളിയും കൂടുന്നുണ്ടോ? ഇതടവ് മദ്യം തന്നെ എന്നെ പറ്റിക്കാനുള്ള അടവ്. അളിയാ, ഇതില് ഞാൻ വീഴുന്ന പ്രശ്നമേ ഇല്ല. അതെ, ഒരടവുമില്ല. അളിയൻ എന്തിനാണോ വന്നത് അത് അളിയനങ്ങ് ചെയ്തോ. എനിക്കൊരു പ്രശ്നവുമില്ല, അതിലേ എനിക്കൊരു പരാതിയുമില്ല. വിവേകേ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോറിൻ സാധനമില്ലടാ. അതെ, അതിങ്ങോട്ട് എടുത്തോ. അളിയും വിട്ടോ. വാ വിവേകേ. അതെ അളിയ, എന്താ 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 അതെ, ഞാനങ്ങനെ പോയാ എങ്ങനാ ശരിയാകുന്നത്? അതെ, മദ്യപിക്കുന്ന സമയത്ത് എനിക്ക് താല്പര്യമില്ലാത്ത ഒരുത്തനും എന്റെ അടുത്തുണ്ടാവുന്ന എനിക്ക് ഇഷ്ടമേ അല്ല. അല്ലേ വിവേകേ? ഉണ്ടായ അവനെ ഞാൻ എന്റെ മുമ്പിലിട്ട് ചവിട്ടി കൂട്ടും. അതുകൊണ്ടാ പറഞ്ഞത് അളിയും പൊക്കോ, മര്യാദക്ക് സ്ഥലം വിട്ടോ. അതെ, ഈ ഡിക്കിയിലേ ഇങ്ങനെ ഒടിഞ്ഞു കുത്തി കിടന്നിട്ടേ ശരീരത്തിനൊക്കെ നല്ല വേദനയുണ്ട്. അതെ, അളിയൻ നിർബന്ധിച്ച വേണമെങ്കിൽ ഞാൻ 2 എണ്ണം കഴിക്കാം. പക്ഷേ എന്റെ അടുത്തുനിന്ന് ഒരു ദയും ആരും പ്രതീക്ഷിക്കരുത്. അളിയനെ ആദ്യം കഴിക്ക്, ആക്കിയൊക്കെ നമുക്ക് വഴിയിൽ വെച്ച് കാണാം. എന്താ വിവേകേ, എടുത്ത് പൊട്ടിക്കടാ. പൊട്ടിക്കടാ. അപ്പൊ നമ്മൾ തുടങ്ങാം അളിയാ, അല്ലേ? പക്ഷെ ദയ പ്രതീക്ഷിക്കരുത്. വിവേകേ, പെട്ടെന്ന് പോടാ.